വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ മിസ്സിനോട് ഞാൻ പറഞ്ഞു, ടെലികോളറാണ് ഞാൻ മിസ്സേ എന്നാണ് വിളിക്കാറ്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഡിപ്രഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ മണി ഡിപ്രഷനിലാണോ എന്നുള്ളത് നമ്മളുടെ അടുത്ത് കുത്തി കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു സ്വഭാവം നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തെടുത്തിട്ട് എല്ലാവരുടെ അടുത്ത് ഫ്ലാഷ് ആക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഇത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, ഞാനത് ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവര് നേരം പോക്കിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് എന്താ പ്രണയമാണോ പ്രശ്നം ചോദിച്ചു. അപ്പൊ ഞാൻ ഷോക്കായി, എങ്ങനെ ഇവർ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രണയം കിട്ടാത്തതിന്റെ ടെൻഷനാണോ ചോദിച്ചു. എല്ലാവർക്കും പ്രണയം ഉണ്ടല്ലോ, അവർക്ക് പ്രണയം ഇല്ലാത്തതിന്റെ ഡിപ്രഷനാണോ ചോദിച്ചു. അപ്പൊ അതും അല്ല. പിന്നെ കുറെ ഇങ്ങനെ കുത്തി 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 തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ നമ്മളുടെ വായിന്ന് പോയി, മിസ്സേ അതൊന്നും അല്ല, ഞാനൊരു ട്രാൻസാന്ന് പറഞ്ഞു. അപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞതും മണി നീ അങ്ങനെയൊന്നും പറയല്ലേ മണി, നിനക്ക് ബട്ടാണ്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബ്രസ്റ്റ് ഉണ്ടാവും, താഴെ ഇതും ആയിരിക്കും. അവിടെ പാലാരിവട്ടം ആ ഭാഗത്തൊക്കെ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ പിടിച്ചു പറിക്കുന്ന ആൾക്കാരാണ്, എന്താ പറയുക, നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ്. അവരെ പോലെ ഉണ്ടെന്ന് നീ ഒരിക്കലും പറയരുത്, നിനക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർ പറഞ്ഞത്. അപ്പൊ എനിക്കതൊരു വിഷമമായി. അപ്പൊ അവർ പറഞ്ഞു നീ ആൺകുട്ടി, എന്നെ അപ്പോഴും ട്രാൻസ് ആയിട്ട് അംഗീകരിച്ചില്ല, നീ ആൺകുട്ടിയാണ്. അത് അവർക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളെ പോലെ നടക്കാനും സംസാരിക്കാനും പഠിച്ചിട്ടാണ് പോയത്. പക്ഷെ ഈ ഒരു പ്രണയത്തിൽ ഇയാൾക്ക് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്നവരൊക്കെ നമ്മളുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസ് ഒക്കെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഞാൻ ഷോർട്ടായിട്ട് സംസാരിക്കുള്ളൂ. അപ്പൊ അവര് ഐഡന്റിഫൈ ചെയ്യില്ല. നടക്കുകയാണെങ്കിൽ ഞാൻ ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ മസിൽ പിടിച്ചിട്ട് ആൺകുട്ടികളെ പോലെ പരിശ്രമിച്ച് നടക്കും. അപ്പൊ അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിലും എൻ്റെ ഹോസ്റ്റലിലും. പക്ഷെ പ്രണയത്തിൽ മാത്രമേ അയാൾ കണ്ടുപിടിച്ചു, അല്ലാതെ കുട്ടിക്കാലത്ത് എല്ലാവരും കണ്ടുപിടിച്ച കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് മാറ്റി മാറ്റി ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ അങ്ങനെയാണ് ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് മിസ്സിന് എന്നെ വിശ്വാസമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, മണി അത് നീ അഥവാ ട്രാൻസ് ആണെങ്കിൽ പെൺപിള്ളേരെ പോലെ സംസാരിക്കണം, നീ ആൺകുട്ടിയെ പോലെ സംസാരിക്കണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മിസ്സേ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അഭിനയിക്കുകയായിരുന്നു, ചെറുപ്പം മുതലേ ഞാൻ ഫെമിനിൻ ബോഡി ലാംഗ്വേജ് ആണ്, ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവരതൊക്കെ വിശ്വാസമാവുന്നില്ല. അവസാനം പറഞ്ഞു, മണി നിനക്ക് വട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ മിസ് എന്നെ വട്ടാന്ന് പറഞ്ഞു. എനിക്കത് വളരെ വിഷമമായിരുന്നു. അതോടുകൂടെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വല്ലാത്ത ഡിപ്രഷനായി. അതിനുശേഷം എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി നിർത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി, മെന്റൽ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അമ്മ സാധാരണ എന്ത് അസുഖം വന്നാലും സാധാരണ ഒരു ഡോക്ടറെ പോയി കാണാറ്. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ അയാളടുത്ത് പറ. അപ്പൊ അവര് കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനാണോ മൂക്കിനാണോ പ്രശ്നം വരുമ്പോൾ അവർ സ്പെഷ്യലിസ്റ്റിനെ എഴുതി തരും. എന്നതുപോലെ അമ്മ ചിന്തിച്ചത് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ സാധാരണ ഒരു MBBS ഡോക്ടറുടെ അടുത്ത് പോയി, പനിക്കൊക്കെ നോക്കുന്ന ആളുടെ അടുത്ത് പോയി. അപ്പൊ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ ആണല്ല പെണ്ണാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഡോക്ടറെ അടുത്ത് പറയുക, ഈ കുട്ടി ഇങ്ങനെയാ പറയണത്, ഇത്രയും നാള് വളർത്തിയിട്ട് വല്ലാത്ത കഷ്ടമാണ്, ആണല്ല പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ മുന്നിൽ അമ്മ ഒരേ കരച്ചില്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ചെയ്തു. ഞാൻ മെഡിസിൻ വല്ലതും തരാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ടെൻഷനാണ്. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ശിവേട്ടൻ ഹോസ്പിറ്റലിലേക്കൊന്നും പോകരുത്. പക്ഷെ അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോ ഡോക്ടർ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഫീസ് വാങ്ങിച്ചില്ല, വേണ്ട നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അതായത് സൈക്കോളജിസ്റ്റ് ഡോക്ടറിനെ എഴുതി തന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ആ ഡോക്ടറിന് ട്രാൻസിനെ കുറിച്ച് അവയർനെസ് ഇല്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു, ഒരു MBBS കഴിഞ്ഞവർക്ക് ട്രാൻസിന്റെ കാര്യങ്ങൾ അറിയണമെന്നില്ല, ട്രാൻസ്ജെൻഡർ എന്താന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറിനെ കൊണ്ടുപോയി. മുമ്പ് അച്ഛനും ഇതുപോലെ സൈക്കോളജി ഡോക്ടറെ കാണിച്ച ഒരാളാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അയാളുടെ അടുത്താണ് പോയത്. അപ്പൊ അയാളുടെ പേരൊക്കെ എനിക്ക് കേട്ടറിയാം, പ്രിസ്ക്രിപ്ഷനിൽ അത്രയും ഫേമസാ. അപ്പൊ അയാളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൺസൾട്ടിങ് റൂമിൽ കയറിയ സമയത്ത് ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. ആണോ ചോദിച്ചിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, അവർ ജോലിയാണ്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, എൻ്റെ അടുത്ത് സംസാരിക്കുക, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, എൻ്റെ അടുത്ത് സംസാരിക്കുക. അപ്പൊ ആള് എന്നെ അറിയോ ചോദിച്ചു ഡോക്ടർ.
അപ്പൊ അറിയാം എങ്ങനെ അച്ഛനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. ശരി ശരി, പുറത്തിരിക്കും കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. അപ്പൊ ഈ ഒരു ആൾക്ക് മനസ്സിലായി ട്രാൻസിനെ കുറിച്ച് അറിയാം. അപ്പോൾ പുറത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കൗൺസിലർ വന്നു, കൗൺസിലിംഗ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ആൺകുട്ടിയല്ല, ട്രാൻസ് ആണ്, എനിക്കൊരു പെണ്ണാവണം, എന്നിട്ട് ഒരു പുരുഷനെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അയാളെല്ലാം കേട്ടിട്ട് പുറത്താക്കുമല്ലോ പേഷ്യന്റിനെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് ആ ഡോക്ടർ മറ്റു ഡോക്ടേഴ്സിന്റെ അടുത്തിട്ട് ഇങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇവന് പെണ്ണാവണം, എന്നിട്ടൊരു ആളെ വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങൾ വേണം എന്ന രീതിയിൽ പരിഹസിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഒരിക്കലും രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇയാള് എന്നെ നോക്കി കളിയാക്കുകയാണ്. പക്ഷെ അവർക്കും ട്രാൻസിന്റെ അവയർനെസ് ഇല്ലാത്ത കൊണ്ടാണ് അവർ കളിയാക്കുന്നത്. അപ്പൊ ഞാൻ നോർമൽ ആണെന്ന് എനിക്കറിയാം. ഡോക്ടേഴ്സും അവിടെ ചുറ്റുമുള്ള ആൾക്കാർ എനിക്ക് മെന്റലാന്നുള്ള രീതിയിലാണ് ആ സംസാരിക്കണത്. അപ്പൊ എന്റെ വീട്ടുകാരുടെ അടുത്തും ആ രീതിയിലാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് നല്ല ബോധ്യമാണ്. എൻ്റെ അടുത്ത് ശിവേട്ടൻ ഓൾറെഡി പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഡിപ്രഷനും ഉണ്ട്, ആ പ്രണയം പോയതിന്റെ. അങ്ങനെ ഇവര് ഇഞ്ചക്ഷൻ ഇടും. ഇഞ്ചക്ഷൻ ഇട്ട് 2 ദിവസം എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോ നഴ്സുമാരെ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ കമ്പൗണ്ടർമാരുണ്ട് അവിടുത്തെ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് അടിക്കാൻ നിൽക്കുക. അവർക്ക് എല്ലാ ദേഷ്യവും നമ്മളുടെ മേലെ തീർക്കാം. പക്ഷെ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് എനിക്കൊരിക്കലും അടി കിട്ടിയില്ല. അത് കാരണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ രാവിലെ എണീച്ചാൽ കുളിക്കണം, ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അടിയാണ് അവിടെ. അപ്പോൾ എൻ്റെ അമ്മയുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും, എനിക്ക് ഡിപ്രഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ വയലന്റ് അല്ല, ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കും, ഒന്നും മിണ്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോഴേ എനിക്ക് ശ്വാസമുട്ടലിന്റെ പ്രശ്നമുണ്ട്. എനിക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ശ്വാസമുട്ടൽ വരും ആ സമയത്ത്. അപ്പൊ എനിക്ക് ഇവര് കുളിച്ചില്ലെങ്കിൽ അടിയും കിട്ടും. അപ്പൊ ഞാൻ അമ്മയെടുത്ത് മെഡിസിൻ, എൻ്റെ വീട്ടിലൊരു മെഡിസിൻ ഉണ്ട്, ആ മെഡിസിൻ കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ എനിക്ക് കാവലിരുന്നിട്ടാണ് എന്നെ അത്രയും നോക്കിയത്. അല്ലെങ്കിൽ കമ്പൗണ്ടർമാർ പിടിച്ചടിക്കും. അതൊരു ശരിയായ പ്രവർത്തനം അല്ല ആ ഹോസ്പിറ്റലിൽ. പിന്നെ അവസാനം ഒരു ലേഡി ഡോക്ടർ, നെക്സ്റ്റ് ഒരു കൗൺസിലിംഗ്, 2ാമത്തെ റൗണ്ട് ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു ട്രാൻസ് ആണ്, ആണല്ല പെണ്ണാണ്, എനിക്കിങ്ങനെ മാറണം എന്ന് അയാളുടെ അടുത്ത് പറയുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ സപ്പോർട്ടായിരുന്നു. അപ്പൊ ആള് നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി എന്നുള്ള എൻ്റെ അടുത്ത് കുറെ അവരെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെയും നമുക്ക് മെന്റൽ ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് കുറെ കാർഡ് തരും. അതായത് ഒരു പിക്ചർ, ഇപ്പൊ ഒരു പിക്ചർ കാണിച്ചിട്ട് അത് നമ്മൾ സ്റ്റോറി ആക്കിയിട്ട് പറയണം. അപ്പൊ ആദ്യം ഒരു പിക്ചർ കാണിച്ചു. അതിൽ വന്നിട്ട് ഒരു ഭാര്യ കിടക്കുന്ന സമയത്ത് വേറൊരു ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന ഒരു പിക്ചർ, അപ്പുറത്തുനിന്ന് ഭർത്താവ് ജനലിലൂടെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കഥ പറയും. ഇങ്ങനെ ഞാൻ അവിഹിതമാണ്, ആ ഭർത്താവിന് അത് വിഷമമായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഇതുപോലെ കാർഡിന്റെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി കാണിക്കും. അപ്പൊ അതും പറയും. ഇടയിൽ ബ്ലർ ആയിട്ടുള്ളത് ഇടും, അതായത് മങ്ങലുള്ളത്, പിക്ചർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയും ഇത് ക്ലിയർ അല്ല എന്ന് പറയും. അടുത്തത് വെറും പ്ലെയിൻ പേപ്പർ ആയിരിക്കും. അപ്പൊ നമ്മളത് പ്ലെയിൻ പേപ്പറാന്ന് പറയും. പക്ഷെ ഈ മെന്റലായിട്ടുള്ള വ്യക്തികൾ ഏത് പേപ്പർ കാണിച്ചാലും കഥയുണ്ടാകും. അപ്പൊ നമ്മൾ സൈക്കോളജി അവരുടെ ഒരു ടെക്നിക്കാണ്, നമുക്ക് വട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ട് അവർ മനസ്സിൽ കുട്ടി നോർമലാണ്. അപ്പോ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നല്ല ധൈര്യമുള്ള വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ എങ്ങനെ വീട്ടിൽ ഇത് പറയാൻ ധൈര്യം കട്ടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഫ്രണ്ട്ലി ആണ്, ഞാൻ ചെറുപ്പം തൊട്ട് എന്ത് നടന്നാലും എൻ്റെ വീട്ടിൽ പറയും, എനിക്കറിയില്ല പറയണം തോന്നി പറഞ്ഞു, പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ധൈര്യമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അവർ പറഞ്ഞു, ഇങ്ങനെ തമിഴ്നാട്ടിലെ കുറെ പേരുണ്ട്, ഫേമസ് ആയിട്ടുള്ള MP-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞു ഇതെല്ലാം കോമൺ ആണെന്നൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മയടുത്തും പറഞ്ഞു കുട്ടി നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയുള്ള സമൂഹത്തിലെ ആൾക്കാരുണ്ട്, അത് ആ രീതിയിൽ കൊണ്ടുപോകാം. ഇവനിപ്പോ ഡിപ്രഷൻ മാത്രമല്ല, അതായത് എനിക്ക് ട്രാൻസ് എന്നുള്ളതിൽ അവർ ഡിക്ലെയർ ചെയ്തു, പക്ഷെ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അതായത് എനിക്ക് അയാളെ കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെ പെരുമാറ്റം. അപ്പൊ അവര് പറഞ്ഞു അവര് തെറ്റുകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് മറ്റു ഗെയ്സിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയും കൂടിയാണ്, അവരെയൊക്കെ ഞാൻ പറ്റിക്കും. അപ്പോൾ അത് നമ്മളുടെ ഡിപ്രഷനാണ്. അപ്പൊ നിങ്ങൾ അവന്റെ കാര്യം വിട്ടേക്ക്, നമ്മളുടെ ലൈഫ് നോക്കണം, അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്പോയിലാവെന്ന് പറഞ്ഞു. അവസാനം ഞാൻ കേട്ടു. പിന്നെ അവരങ്ങനെ പറഞ്ഞിട്ട്
ആ ഒരു ഡോക്ടറാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവേണ്ടി വന്നു. അല്ലെങ്കിൽ മാസങ്ങളോളം കിടന്ന ലക്ഷങ്ങളോളം കൊടുക്കണം. ഞങ്ങൾ കൂലിപ്പണിക്കാരാ. അപ്പൊ എൻ്റെ അമ്മ 4 ദിവസം കിടന്ന് 20,000 രൂപ കൊടുത്തത്, അതും കടം വാങ്ങിയിട്ട്. അവിടെ നിന്നാൽ നല്ല കാശ്. അവിടെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ഒരു മാസം കൊടുക്കണത്. ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ മാനസിക നില തെറ്റി, അതായത് ഭാര്യ വേറെ ഒരാളുമായിട്ട് അവിഹിതമായിട്ട് മാനസിക നില തെറ്റിയ ആൾക്കാർ, അവരുടെ കഥകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അവരിങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. കുറച്ചൊക്കെ അവർ പറയും, മെന്റൽ ആണെങ്കിൽ കൂടെ അവരുടെ കാര്യങ്ങൾ അവർ പറയും. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെറുക്കൻ വട്ടാണ്, പക്ഷെ എന്നെ കൈ പിടിച്ചിട്ട് അമ്പലം ചുറ്റുന്നത് പോലെ ആ ഹോസ്പിറ്റലിൽ ഫുള്ളും ചുറ്റും. അവന് മനസ്സിലായി ഞാൻ പെണ്ണാണെന്ന്. അവന് നീ പെണ്ണിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവന് കൊട്ടൻ വട്ട് പിടിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളെ അവർ മനസ്സിലാക്കി. പിന്നെ ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഏതാണ് പേഷ്യന്റ് ഏതാണ് കൂടെ വന്ന ആൾക്കാരെന്ന് അറിയില്ല. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അമ്മയെ നോക്കിയിട്ടേ കഴിക്കുള്ളൂ. പേടി എനിക്ക്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പ്രാന്തുള്ള ആളാണോ ഇല്ലാത്തതെന്നൊന്നും അറിയില്ല. അവര് നന്നായി ഫുഡ് കഴിക്കിട്ടോ, ഓപ്പോസിറ്റുള്ള ആള് പറയാം നന്നായി ഫുഡ് കഴിക്കിട്ടോ, അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് ടയേർഡ് ആവുന്നു പറഞ്ഞു. അതും നോർമൽ ആയിട്ടുള്ള ആളാണോ പറയണത് അബ്നോർമൽ ആയിട്ടുള്ള ആളാണെന്നോ അറിയില്ല. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അവിടുത്തെ ഫുഡ് ഒട്ടും കൊള്ളില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും അവിടെ ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുണ്ട്. അവർ പുറത്താക്കില്ല. എൻ്റെ അമ്മയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, മോന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ്, കൊണ്ടുപോകണം. അവര് കാശ് വേണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും പിടിച്ചു നിർത്തും. ഞങ്ങളെ സാധാരണ ആൾക്കാരാ. എൻ്റെ അമ്മയുടെ കഴിവും സാമർഥ്യം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവിടെ നിന്ന്. അങ്ങനെ ഞാൻ പുറത്തോട്ട് വന്നു. പക്ഷെ ഡിപ്രഷനുള്ള മെഡിസിൻസ് ഒക്കെ തന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നതും വീണ്ടും എനിക്ക് ഉറക്കമില്ലാതായി. അതായത് രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രാത്രി കിടക്കുന്ന സമയത്ത് അയാളുടെ ഓർമ്മകൾ മാത്രം. ഒരു ദിവസം ഒരു രാത്രിയും ഒരു പകലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നില്ല ആലോചിച്ചിട്ട്. എന്നിട്ട് ഞാൻ നടന്നു. ഇവിടുന്ന് ചിറ്റൂര് പുഴ വരെ നടന്നു. നല്ല ദൂരമുണ്ട്. ടയേർഡായി അല്ലെങ്കിൽ ഉറങ്ങുമെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ചിന്തകൾ മാത്രം തന്നെയാണ്. പാട്ട് വെക്കുന്നു എന്നിട്ടും ശരിയാവുന്നില്ല. നമ്മളുടെ മൈൻഡിൽ ഉറക്കം കിട്ടാതെ ടെൻഷനായി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ വന്ന് വീടെത്തിയതും ഒരു ദിവസം ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല. അവിടെ ഇഞ്ചക്ഷൻ ഇട്ടപ്പോൾ നമ്മൾ ഉറങ്ങി. അതൊരു ഗുണവും ഉണ്ടായിരുന്നു ദോഷവും ഉണ്ടായിരുന്നു. ഒന്നും അവിടെ ഓർമ്മയില്ല. ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി ഉറങ്ങി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വീണ്ടും ഉറക്കം വരുന്നില്ല, വീണ്ടും എനിക്ക് അങ്ങോട്ട് പോകണം, ഡിപ്രഷൻ ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെയല്ലേ ഞാൻ 20,000 രൂപ കൊടുത്തത്, ഇനി ഞാൻ എവിടെ നിന്നാ കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരേ കരച്ചിൽ. എനിക്ക് നല്ല വിഷമമായി. എന്നിട്ട് അമ്മ എന്ത് ചെയ്ത്, അമ്മ എന്നും പ്രാർത്ഥിക്കുകയാണ്, നല്ല പ്രാർത്ഥനയാണ്. അപ്പൊ അടുത്തൊരു ആയുർവേദ കടയുണ്ട്. ആ കടയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. പക്ഷെ അയാളൊരു എണ്ണ തന്നു, നവരത്ന ഓയിൽ എന്ന് പറയണ പോലെ ഏതൊരു എണ്ണയാണ് അത് തന്നു. ഉറക്കമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വന്ന് തലയിൽ തേച്ചത് എൻ്റെ എല്ലാ ഭ്രാന്തും പോയി. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, അതിന് കാശും വാങ്ങിച്ചാൽ 20 രൂപയേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അമ്മ എല്ലാവരുടെയും കരയും. എൻ്റെ വിഷമം എന്നെ കൊണ്ട് നടക്കുമ്പോഴേ അവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, വട്ടായി പോയല്ലോ എന്നുള്ള രീതിയിൽ കരയും. അപ്പൊ അവര് കാശ് വാങ്ങിച്ചില്ല, 20 രൂപയുള്ളൂ എണ്ണയ്ക്ക്, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 20,000 രൂപയിൽ ചെലവായിട്ട് എനിക്ക് മാറാത്ത ഭ്രാന്ത് ആ 20 രൂപ എണ്ണയിലെല്ലാം മാറി. ഞാൻ ആ എണ്ണ 2 ദിവസം തേച്ച് കുളിച്ചു. അതായത് കിടക്കും, കുളിച്ചിട്ട് കിടക്കും, നന്നായി ഉറക്കം വരും. 3 ദിവസം ഉറങ്ങിയപ്പോൾ എൻ്റെ ഡിപ്രഷൻസ് ഒക്കെ പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ എണ്ണയിലാണോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലാണോ എനിക്ക് തിരിച്ച് എൻ്റെ ലൈഫ് കിട്ടിയത്, അങ്ങനെയാണ്. ആ എണ്ണയിലുപരി എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മ എന്നും നന്നായി പ്രാർത്ഥിക്കായിരുന്നു. അപ്പം എൻ്റെ പെട്ടെന്ന് അത് ശരിയായി. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. ഇനി ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനും പാടില്ല, ഡിപ്രഷൻ അടിക്കാനും പാടില്ല. ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനസിക രോഗി തന്നെയാണ്. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ മെന്റലി പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് ഞാൻ പഴയൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലൈഫിലിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഇയാളുടെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ കൂടെ അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി നമ്മൾ റിക്കവറായി. അപ്പം ഞാൻ പഠിത്തം ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അതായത് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് ആ മിസ് എന്നെ വട്ടാന്ന് പറഞ്ഞ് വന്നതാണ്. അതിനുശേഷം ഞാൻ പോയില്ല. അപ്പോൾ മിസ്, ഞങ്ങളുടെ ഒരു മെയിൻ മിസ് ഉണ്ട്. അപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എൻ്റെ മിസ് വിളിച്ചു.
മിസ് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മിസ് ഞാൻ ഇങ്ങനെ ട്രാൻസ് ആയതിന്റെ പേരിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെന്റിലാണ്, എനിക്കിനി പഠിത്തം തുടരാൻ വയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഈ മിസ്സിനോട് ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആദ്യം പറഞ്ഞ വേറൊരു മിസ്സാണ്, ഞാൻ പേര് ഡിക്ലെയർ ചെയ്യുന്നില്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വെച്ചിട്ടാണ് കൗൺസിലർ എന്ന് പറയണത്. ആ മിസ് അറിഞ്ഞതിന് ശേഷം ഈ മിസ് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അനിയനെ പോലെയാണ് കാണുന്നത്. ടീച്ചറും സ്റ്റുഡൻറ്റും ആണ്. അനിയൻ ചേച്ചി ആ ഒരു രീതിയിൽ അത്രയും സ്നേഹമാണ്. എന്നോട് വന്ന് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ മിസ് ചോദിക്കാൻ കാരണം, നിന്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ നീ ആരോടെങ്കിലും പറഞ്ഞു ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് നിന്നെ കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുന്നത് കാണുമ്പോൾ. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, നീ ആരും വിശ്വസിച്ച് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ആ കൗൺസിലറുടെ അടുത്ത് ഞാൻ ട്രാൻസാന്നുള്ള പറഞ്ഞ കാര്യം അവിടെ ഓഫീസിൽ പറഞ്ഞ് എന്നെ ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മിസ്സിന് എന്നെ അനിയനെ പോലെ കാണുന്നതുകൊണ്ട് ഒരുപാട് വിഷമവും വേദനയും ഉണ്ടായിരുന്നു. എന്നോട് അത് വന്ന് പറയാതെ പറഞ്ഞു, നീ ആരോടും രഹസ്യം തുറന്ന് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അവരുടെ സ്വഭാവം ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മിസ്സ് എന്നെ കുറെ മോട്ടിവേഷൻ ചെയ്യാൻ നോക്കി. ഇങ്ങനെ പ്രണയമാണ്, പ്രണയത്തിന്റെ പേരിൽ ഡിപ്രഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ ആള് പറഞ്ഞു, നിന്നെ വെറുതെ ചതിച്ചതാണ്. ഇന്നത്തെ കാലത്ത് ആണ് പെണ്ണൊന്നും വേണ്ട, അവർക്കൊരു ദേഹം മതി, അത് കുട്ടികളാണെങ്കിലും മതി. അപ്പൊ അവരുടെ ഒന്നും യഥാർത്ഥ പ്രണയമല്ല. അപ്പൊ ആ മിസ്സാണ് എനിക്ക് പറഞ്ഞത്, പ്രണയം എന്ന് പറയണത് ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കണത്. ഈ ഒരു ആണെന്ന് പറയണത് അമ്മയാണ് അത്രയും കാലം വരെ നോക്കുന്നത്. അത് കഴിഞ്ഞ് ആ പെണ്ണിന് എന്താ പറയാ അതായത് പെണ്ണിന് ഭാര്യനെ എന്ന് പറയുമ്പോൾ അവരുടെ അച്ഛനാണ് അത്രയും കാലം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭർത്താവ് ആ പെണ്ണിന്റെ അച്ഛനെ പോലെ സംരക്ഷിക്കണം എന്നാണ്. അതുപോലെ ഈ ഒരു പുരുഷനെ, ഈ കുട്ടി അമ്മയെ പോലെ സംരക്ഷിക്കണം എന്നാണ്. അവർ രണ്ടുപേരിലും ഉണ്ടാവുന്ന കുട്ടി അവരെ സംരക്ഷിക്കണം എന്നാണ്. അതാണ് ലൈഫ് സൈക്കിൾ. അല്ലാതെ ഈ ഒരു സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല ലൈഫ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ആ മിസ്സാണ്. അതായത് എന്താണ് ഹസ്ബൻഡ് വൈഫ് ലൈഫ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ട്രാൻസ് ആണെങ്കിൽ നീ വിവാഹം കഴിക്കണ്ട. ഇങ്ങനെ എന്നെ ആദ്യം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നോട് അങ്ങനെ ഒന്നും വലിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെറുതായിട്ട് ഞാൻ ട്രാൻസ് ആണെന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നീ പറയുമ്പോൾ അങ്ങനെ തോന്നണമെന്ന് പറഞ്ഞു മിസ്. ആ മിസ് എന്നെ പുരുഷനായിട്ട് തന്നെ നിലനിർത്താനാണ് ശ്രമിച്ചത്. അതായത് സർജറിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ മിസ് ഒരുപാട് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി. കാരണം കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നിനക്ക് നല്ല കരിയർ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച ആളാണ്. കാരണം അവർക്ക് നന്നായി അറിയാം ഞാൻ നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ മിസ് എന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്തു. മിസ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും പറഞ്ഞു ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, അതായത് ഒരു ട്രാൻസ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ മിസ്സും ഇതുപോലെ ട്രാൻസിനെ കണ്ടുള്ള എക്സ്പീരിയൻസും അല്ല അവരുടെ അടുത്ത് ഇടപഴകിയ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. നല്ലവരാണ്, കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ റിസർച്ച് ചെയ്യും. അപ്പം ഇങ്ങനെ മോഡലിംഗ് ചെയ്യുന്നവരുണ്ട്, വിവാഹം കഴിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അപ്പോൾ മിസ് പറയണത് ഞാൻ നല്ലൊരു നാട്ടിൻപുറത്തെ കുട്ടിയാണ്. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വരുമ്പോൾ ഏറ്റവും മോഡേൺ ഡ്രസ്സുകളാണ് എല്ലാവരും കൂടുതൽ ഇടാറ്. ഞാൻ മാത്രം നാടൻ ചെറുക്ക്. ആ ഫോട്ടോസ് ഞാൻ ഉണ്ടെങ്കിൽ ഇതിലിടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പേര് എല്ലാവർക്കും ഇഷ്ടമാണ്, മണിക്കുട്ടൻ. ഒരു പഴയ പേര്. അപ്പം എല്ലാവരും ഇഷ്ടമാണ് എൻ്റെ പേര്. അതുപോലെ പാലക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, മണിക്കുട്ടൻ പാലക്കാട് എന്ന് പറയുമ്പോൾ. അതുപോലെ എൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഷർട്ടും പാൻറ്റും. ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കുന്ന ഒരു നാടൻ ഡ്രസ്സിലുള്ള ഒരു വ്യക്തി ഞാനാണ്. മറ്റുള്ളവരൊക്കെ സ്പൈക്കാണ്. ആൺകുട്ടികളാണെങ്കിൽ സ്പൈക്ക് കളറിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എൻ്റെ അടുത്ത് ഇത് കണ്ടിട്ട് അപ്പുറത്ത് ബുക്സ് വാങ്ങിക്കുന്ന ചേച്ചിമാരടക്കം പറയും മോഡേൺ ഡ്രസ്സ് മിനി സ്കേർട്ടും സ്ലീവ്ലെസ് ഒക്കെയാണ് അവർ ഇട്ടോട്ട് നടക്കുക. അപ്പൊ അവരുടെ കൂടെ പോകുമ്പോൾ പറയും, പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞിട്ട് പറയും, ആ പിള്ളേരുടെ കൂടെ നടക്കരുത്, അവരൊക്കെ മോശപ്പെട്ട കുട്ടികളാണ് എന്ന് പറയും. പക്ഷെ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ ഒരു കടക്കാർക്ക് ചിന്ത ഈ ഒരു സെക്സ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നവരൊക്കെ മോശപ്പെട്ടവരാണെന്നുള്ള ചിന്തയാണ്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നല്ല കുട്ടികളാണ്. അവർ ആ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നതേ ഉള്ളൂ. അതായത് എറണാകുളത്താണല്ലോ ലൈഫ്. അപ്പൊ എനിക്ക് അവരെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല, അവരെ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ അവർക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ആ രീതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് അവരോടും പ്രശ്നമില്ല. എൻ്റെ ഫ്രണ്ട്സും നല്ല വ്യക്തികളൊക്കെയാണ്. ഫ്രണ്ട്സിന്റെ കാര്യങ്ങളും
പറയാം. അപ്പൊ എന്റെ ബാച്ചിലുള്ള വ്യക്തികളുടെ ഞാൻ പറഞ്ഞില്ല ട്രാൻസ് ആണ്. എന്റെ മിസ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നീ ആരടുത്തും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് മിസ് കോൾ ചെയ്തപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എക്സാം പോലും എഴുതിയിട്ടില്ല. എക്സാം വരെ പോയിട്ട് സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ മിസ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, നീ കണ്ടിന്യൂ ചെയ്യണം, അതെല്ലാം മാറും. എന്നെ ഒരുപാട് സംസാരിച്ച് മോട്ടിവേഷൻ ചെയ്തു. മോട്ടിവേഷൻ ചെയ്തിട്ട് ഞാൻ ശരി മിസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ എന്താ പറയാ, ആ സമയത്ത് ഞാൻ പിന്നെ വീണ്ടും ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ നമ്മളൊരു ട്രാൻസ് ഫീലിംഗ് ആണ്, ഞാൻ ട്രാൻസ് ആണെന്നുള്ളൊരു തെളിവൊക്കെ ആയല്ലോ. അപ്പോൾ ട്രാൻസ് ആണെന്നുള്ളൊരു ഫീലായി. അപ്പൊ പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നെയിൽ പോളിഷ് ഇട്ടിട്ട് മായ്ച്ചു കളയും. അതുപോലെ വീട്ടില് ഈ പറഞ്ഞ പോലെ മുടി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഈ കൗൺസിലർ മിസ് എന്നെ കളിയാക്കും. അവർക്ക് മനസ്സിലാവും, നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് മാറ്റിയിട്ട് മായ്ച്ചു വരിക എന്നുള്ളത് മനസ്സിലായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ ഞാൻ ബോഡി സ്പ്രേ ജെൻസിന്റെ മാറ്റി ലേഡീസിന്റെ ജാസ്മിൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ആ മാറ്റങ്ങളൊക്കെ ആ കളിയാക്കിയ മിസ് മനസ്സിലായി. അപ്പൊ വീണ്ടും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന മിസ് പറഞ്ഞു, ഇനി അത് തുടരണ്ട, നീ വീട്ടിലിരിക്കുമ്പോൾ ചെയ്താൽ മതി എന്ന് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതൊന്നും കറക്റ്റ് ആയിരുന്നില്ല. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ റിമൂവ് ചെയ്യലാണ് പണി. ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ തന്നെ മറന്നു പോകും. അപ്പൊ മുടിയൊക്കെ ഞാൻ കുറച്ച് വളർന്നു. അപ്പൊ ഈ മിസ് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഫ്രണ്ടിൽ മുടി മാത്രം ഞാൻ കട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയില്ല, ബാക്കിൽ മാത്രം വളർന്ന് കൂടുതൽ നിൽക്കും. നമുക്കിങ്ങനെ ട്രാൻസിഷൻ്റെ ആഗ്രഹങ്ങൾ തുടങ്ങി. അപ്പോ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പൊ അങ്ങനെ ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഈ ട്രാൻസിഷൻ വേണ്ടിയുള്ള പ്രോസസ്സിലായിരുന്നു. എനിക്ക് സർജറി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ, സർജറി ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ വീട് പണയം വെച്ചിട്ടാണെങ്കിലും സർജറി ചെയ്യാന്ന് പറഞ്ഞു. കാരണം അന്ന് ഞാൻ സർജറി ചെയ്തതാണെങ്കിൽ പെട്ടുപോയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഈ പാതകളെ കുറിച്ചൊന്നും അറിയില്ല. സർജറി ചെയ്ത പെണ്ണാവാന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇത്രയും റിസ്ക് ഉള്ളതൊന്നും അറിയില്ല. അപ്പൊ അന്ന് കുട്ടിപ്രായമാണ് ചെയ്തതാണെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടാകും. പക്ഷെ വീട്ടുകാർ കാശൊക്കെ തരാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഞാൻ റീകണ്ടിന്യൂ ചെയ്തു, ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് സർജറി ചെയ്യാം, നീ ഏതായാലും ഇത്രയും ആയില്ലേ. അപ്പൊ ഞാൻ എനിക്കിപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അമ്മയും പറഞ്ഞു, എൻ്റെ മിസ്സും പറഞ്ഞു, അമ്മ ഒരുപാട് കഷ്ടം, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്, ഏട്ടനും അമ്മയൊക്കെ സഹായിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ വക്കീലിന്റെ മക്കള്, ഡോക്ടറുടെ മക്കളൊക്കെയാണ്, ഞാൻ മാത്രം കൂലിപ്പണിക്കാരൻ്റെ, അതും ഞാനാണ് ബെസ്റ്റ് സ്റ്റുഡന്റ്. അപ്പൊ അവര് പറഞ്ഞു, നീ നന്നായി പഠിച്ചിട്ട് ഒന്ന് സെറ്റിലായിട്ട് നീ സർജറി ചെയ്താൽ മതി, അഥവാ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ചെയ്യരുതെന്നുള്ള രീതിയിൽ എൻ്റെ മിസ് സപ്പോർട്ട് ചെയ്തു, സംസാരിച്ചു. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ നമുക്ക് ആ ഒരു പഠിത്തത്തിന്റെ ഇൻട്രസ്റ്റ് ആയല്ലോ. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാദസരം ഇടുക, വളയിടുക, അതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഓരോന്ന് ചെയ്തു തുടങ്ങി. അത് വീട്ടിന്റെ ഉള്ളിൽ മാത്രം കേട്ടോ, വീട്ടുകാർക്കും അറിയാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ പറഞ്ഞു വീട്ടിന്റെ ഉള്ളിൽ ചെയ്താൽ മതി, പുറത്തിട്ടോണ്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൊല്ലത്തേക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവിടെ ഡ്രസ്സ് തയ്ക്കുന്നതൊക്കെ എൻ്റെ അളവിൽ തയ്ക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കൂടെ എൻ്റെ ചേച്ചിക്കൂടെ. അപ്പോൾ അവിടെ സെക്കൻഡ് ഇയറിലെ ഡ്രസ്സുകളൊക്കെ എൻ്റെ അളവിൽ തയ്ക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി സർജറി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഡ്രസ്സിങ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ തയ്ക്കുന്ന ഡ്രസ്സിലൊക്കെ ഞാൻ ആദ്യം ഇട്ട് നോക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇട്ട് നോക്കും, എൻ്റെ ആഗ്രഹങ്ങൾ. അതായത് വീട്ടിൽ തന്നെ നമ്മളൊരു പെണ്ണായിട്ട് കണ്ണെഴുതുക, പൊട്ട് വയ്ക്കുക, നെയിൽ പോളിഷ് ഇടുക, ആ രീതിയിലൊക്കെ ആയി. പാദസരം ഇടുക, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഒരു ദിവസം ഞാൻ പാദസരം ഇട്ടിട്ട് അറിയാതെ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി. അപ്പൊ എൻ്റെ അമ്മ പുറകെ ഓടി വന്നിട്ട്, നീ പാദസരം അയച്ചില്ല എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അന്ന് ആരും കണ്ടില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അയച്ചു വെച്ചിട്ട് പോയി. അങ്ങനെ നമ്മളുടെ മാറ്റങ്ങളാവുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ വളർന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ മുടി വളർന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തൊക്കെ അപാകത തോന്നി. അപ്പോഴും ഞാൻ മീശ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് മീശ എടുത്ത കൂടുതൽ വരുന്നുള്ള ചിന്ത കാരണം മീശയും താടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ഒരു മാറ്റങ്ങൾ മാത്രമല്ല, കണ്ണെഴുതി പൊട്ടി വെക്കുന്നുണ്ടെങ്കിൽ മീശയും താടിയൊക്കെ എനിക്കുണ്ട്. സാരിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടെ മീശയും താടിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. ആ ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. പക്ഷെ അതൊക്കെ കണ്ട ഒട്ടും ലുക്ക് ഉണ്ടാവില്ല, ഒരു മിക്സഡ് ഇതല്ലേ.
അപ്പോൾ ഇതൊക്കെ കുറേ വലിയ കഥകളാണ്. എനിക്ക് ഈ പറയുന്ന സമയത്ത് ഓർഡറിൽ കിട്ടുന്നില്ല, അതാണ് മെയിൻ കാരണം. അപ്പം അങ്ങനെ എൻ്റെ ഡിപ്രഷൻ കുറഞ്ഞ് ഞാൻ ഹാപ്പി ആയി പഠിത്തം കണ്ടിന്യൂ ചെയ്തു. പൊതുവെ എല്ലാ ട്രാൻസും ഇതുപോലെ പഠിത്തം ഡ്രോപ്പ് ഔട്ട് ചെയ്തവരായിരിക്കും. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തെങ്കിൽ കൂടെ ഞാൻ റീകണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ബാലൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.